Good morning, students. Today we are going to start a new lesson, a little fish story. A story about a little fish. Little means small. ഒരു കുഞ്ഞു മീനിന്റെ സ്റ്റോറിയാണ് പഠിക്കുന്നത്. This fish is unhappy about his size, and one day he changed his attitude that he didn't want to be big. Once upon a time he was very sad about his size, and one day everything changed, that he didn't want to become some incident changed his mind, that he didn't want to become big. എന്താണ് ഒരു കുഞ്ഞു ഫിഷ്, ഒരു ലിറ്റിൽ ഫിഷിന്റെ സ്റ്റോറിയാണ്. ആ ലിറ്റിൽ ഫിഷിനെ വലുതാവാത്തതിന്റെ, വലിയ ഫിഷ് ആവാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. മറ്റുള്ള ഫിഷിനെയൊക്കെ, ഫിഷ് എവിടെയാണ് നമ്മൾ ഫിഷിനെ എവിടെയാണ് കാണുന്നത്? എവിടെയാണ് ഫിഷിനെ കാണുന്നത്? അല്ലേ, വെള്ളത്തില്. അല്ലേ, വെള്ളത്തില്. അപ്പൊ എന്താണ്, വെള്ളത്തിൽ നിന്ന് നമുക്ക് വെളിയിലെടുത്താൽ ഫിഷ് എന്ത് ചെയ്യും? അല്ലെ, ഫിഷ് കഴിക്കാറുണ്ടല്ലോ. എന്താണ്, ചത്തു. അല്ലേ? അപ്പൊ അങ്ങനെ ആ ഫിഷ്, കുഞ്ഞു ഫിഷ്, ആ കുഞ്ഞു ഫിഷിനെ വലുതാവാത്ത, മറ്റുള്ള ഫിഷിനെ പോലെ വലുതാവാൻ പറ്റാത്തതിന്റെ വിഷമമായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ആ ഇൻസിഡന്റ് വന്നപ്പോഴത്തേക്കും എന്താണ്, ആ ഫിഷിന് വലുതാവണ്ട എന്നൊരു തോന്നല് ഉണ്ടായി. നെറ്റില് വലയിട്ട് മീൻ പിടിച്ചപ്പോൾ വലിയ ഫിഷെല്ലാം ആ വലയിൽ കുഴുകിപ്പോയി. അല്ലെ, നമ്മൾ കണ്ടിട്ടില്ലേ, മീൻ പിടിക്കുന്ന കണ്ടിട്ടില്ലേ, വലയിട്ട് മീൻ പിടിക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ വലയിലിട്ട് മീൻ പിടിച്ചപ്പോൾ വലിയ ഫിഷെല്ലാം എന്ത് ചെയ്തു? വലിയ ഫിഷെല്ലാം ആ നെറ്റിൽ അങ്ങ് കുരുങ്ങിപ്പോയി. കുഞ്ഞു ഫിഷ് എന്ത് ചെയ്തു? കുഞ്ഞു ഫിഷ് രക്ഷപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് കുഞ്ഞു ഫിഷിനെ എന്ത് തോന്നി? ഇനി എനിക്ക് വലുതാവേ വേണ്ടെന്ന് തോന്നി. അതാണ് സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ഫിഷ്. ഓക്കെ, ലിസൺ ഹിയർ. A little fish story. There are a great many million fish in the seas, but this story is about just one of them and a very small one at that. എന്താണ് നമ്മൾ എന്താണ്, കടലിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ മീനുകളെ കാണും. അല്ലെ, മീൻ കാണും. അപ്പൊ അതെല്ലാം എന്തായിരിക്കും? മില്യൺ കണക്ക്. മില്യൺ എന്ന് പറഞ്ഞാൽ 1000 ചേരുന്നതാണ് എന്താണ് മില്യൺ എന്ന് പറയുന്നത്. അല്ലെ, എന്നാൽ നമുക്ക് അൺകൗണ്ടബിൾ, ഇഷ്ടം പോലെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റൂല, അത്രയ്ക്കും ഫിഷ് കടലിൽ കാണും. അപ്പൊ എന്താണ് ഈ സ്റ്റോറി? എന്താണ്, ദി സ്റ്റോറി ഈസ് ജസ്റ്റ് വൺ ഓഫ് ദം. അതില് ഒരു ഫിഷിന്റെ സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. വെരി സ്മോൾ വൺ അറ്റ് ദാറ്റ്. ഒരു വളരെ ചെറിയ ഒരു ഫിഷിന്റെ സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു ഫിഷ് ആയതുകൊണ്ട്, ഒരു എണ്ണത്തിന്റെ കാര്യമായതുകൊണ്ടാണ് ഇവിടെ ഫിഷ് എന്ന് പറയുന്നത്. ഒരുപാട് മീനുകളുടെ ആണെങ്കിൽ എന്ത് പറയുമായിരുന്നു? ഫിഷിന്റെ പ്ലൂറൽ എന്താണ്? ഫിഷസ്. അല്ലെ, സിംഗുലർ, ഒറ്റ ആയതുകൊണ്ടാണ് ഫിഷ് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് മീനുകളുടെ കാര്യമായിരുന്നെങ്കിൽ എങ്ങനെ പറയും? പ്ലൂറൽ. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ പ്ലൂറൽ. അപ്പൊ എങ്ങനെ പറയും? ഫിഷസ്. അല്ലെ, FISHES. അപ്പൊ എന്താണ് ഇപ്പൊ ആ ഒരു ഫിഷിന്റെ കാര്യം, സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. Now this little fish had everything in the seas to make him contented, but he was not happy. You will laugh when I tell you why he was not. He was unhappy because he was so very small. എന്താണ്, the little fish had everything in the sea to make him satisfied. അല്ലെ, contented means satisfied. Satisfied നമുക്ക് എന്താണ്, എല്ലാം തൃപ്തിയാവുക. അല്ലെ, നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക എന്ന് പറയില്ല, അതുകൊണ്ട് അതുപോലെയാണ്. അപ്പൊ എന്താണ്, ഈ ഫിഷിന് കടലിലെ എല്ലാ സൗകര്യവും ഉണ്ടെങ്കിലും he was unhappy. എന്തുകൊണ്ടാണ്? അത് കേട്ടാൽ നമുക്ക് ചിരി വരുന്നതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അൺഹാപ്പി? ഹാപ്പിയുടെ ഓപ്പോസിറ്റ് ആണ് അൺഹാപ്പി. ഹാപ്പി മീൻസ് സന്തോഷം. അല്ലെ, ഹാപ്പി നമ്മളെ സന്തോഷിക്കുക. അൺഹാപ്പി സാഡ്, നമുക്ക് എന്താണ്, വിഷമിക്കുക. അൺഹാപ്പി സാഡ്. അപ്പൊ എന്താണ് പറയുന്നത്? നിങ്ങൾ ചിരിക്കും അത് കേട്ടാൽ. എന്തുകൊണ്ടാണ് ഫിഷിന് എല്ലാ സൗകര്യവും കടലിലെ ഫിഷിന് ഉണ്ടെങ്കിലും ആ ഫിഷിന് എന്താണ് വളരെ ഹി വാസ് അൺഹാപ്പി. വൈ? ബിക്കോസ് ഹി വാസ് സോ വെരി സ്മോൾ. എന്താണ് സങ്കടം? വളരെ കുഞ്ഞായി പോയി എന്നുള്ളതാണ് ആ ഫിഷിന്റെ സങ്കടം. It is very hard to be such a little mite of a fish, he would say over and over again. അപ്പൊ എന്താണ് പറയുന്നത്? എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. എന്താണ്, ഞാൻ മറ്റുള്ള ഫിഷിനെക്കാളും ഒക്കെ ഞാൻ വളരെ ചെറുതായിപ്പോയി. If I were only larger, how much happier I could be. മറ്റുള്ള ഫിഷിനെ പോലെ ഞാൻ വലുതായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമായിരുന്നെ. And he said to so many times, and I think he believed it. ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും. എന്താണ്, ഇങ്ങനെ എനിക്ക് മറ്റുള്ള ഫിഷിനെ പോലെയൊക്കെ വലുതാവാൻ പറ്റിയിരുന്നെങ്കിലോ, ഞാൻ ഇത്ര ചെറുതായി പോയല്ലോ, ഇങ്ങനെ വിഷമിച്ച് നടക്കുവായിരുന്നു. One day he was swimming along with the rest of his school and thinking, no doubt
how much more the larger fish had to be thankful for than he, when suddenly, with no warning, they found themselves in the meshes of a great net. എന്താണ്? One day he was swimming along with the rest of his school. Rest of his school means school എന്താണ്? ഇവിടെ സ്കൂൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഫിഷിനെയാണ്, ഒരു കൂട്ടം മീനിനെയാണ് സ്കൂൾ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹേർഡ് ഓഫ് കാറ്റിൽ അല്ലെ, എ ബൊക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ്, എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, എ പ്രൈഡ് ഓഫ് ലൈഫ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോളനി ഓഫ് ആൻ, ഒരു കൂട്ടം ഉറുമ്പ് അല്ലെ, ഒരു കൂട്ടം. എ ബൊക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പൂക്കൾ. അതുപോലെ ഇവിടെ ഒരു കൂട്ടം മീൻ ഇങ്ങനെ കൂടി കിടക്കുന്നതിനാണ് എന്ത് പറയുന്നത്? സ്കൂൾ അല്ലെ, സ്കൂൾ എന്ന് പറയുന്നത്. അല്ല, നമ്മളിപ്പോൾ പഠിക്കാൻ പറ്റുന്നത് നമ്മുടെ സ്കൂൾ. ഇവിടെ എന്താണ്? ഇവിടെ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? മീനുകളുടെ കൂട്ടത്തിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഹേർഡ് ഓഫ് ഷീപ്പ്, നമ്മൾ ഒരു കൂട്ടം ഷീപ്പ് അല്ലെ, കോളനി ഓഫ് ആൻസ് അല്ലെ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇതിനിവിടെ ഒരു കൂട്ടം മീനിനെയാണ് പറയുന്നത് സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയുന്നത്. എന്ത് കണ്ടു? സഡൻലി എന്ത് പറ്റി? അവിടെ എന്താണ്? ഒരു നെറ്റില് എന്ത് ചെയ്തു? മീനിനെയൊക്കെ പിടിക്കാൻ വേണ്ടി നെറ്റ് എറിഞ്ഞു. അപ്പൊ എന്ത് പറ്റി? സഡൻലി വിത്ത് നോ വാണിംഗ്, ആ ഒരു സിഗ്നലും ഇല്ലായിരുന്നു, ഒന്നും ആരും അറിയാതെയാണ് എന്താണ് നെറ്റ് ഇട്ടത്. അപ്പൊ എന്ത് പറ്റി? they found themselves in the meshes of a great net. വെള്ളത്തില് എല്ലാവരും എന്താണ്? സ്ട്രഗ്ലിംഗ് ഫോർ ലൈഫ്. എന്താണ്? വല വീശിയപ്പോൾ മറ്റുള്ള മീനുകളെല്ലാം എന്തായി? വലയ്ക്കകത്തായി പോകും അല്ലേ. അപ്പം വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിച്ച് വലയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ബഹളമായിരുന്നു വലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് പറ്റി? വലിയ മീനെല്ലാം വലയ്ക്കകത്തായി പോകും. There was much plundering and splashing as the net was drawn up out of the water into the sunlight, and just as its hull was being emptied into the boat, the smallest fish in the school wriggled through the mesh and slipped back into the cool, clear water. What happened? സ്ട്രഗിൾ. അവിടെ നെറ്റ് വീണപ്പോൾ വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നു. നെറ്റിട്ടപ്പോൾ എന്തോ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗ്ലിംഗ് ഫോർ ലൈഫ്, അവർ ജീവിക്കാൻ നെറ്റിൽ വീഴാതെ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. അപ്പൊ എന്ത് പറ്റി? എല്ലാ വലിയ മീനുകളും ബിഗ് മീനെല്ലാം എന്ത് ചെയ്തു? നെറ്റിൽ വീണു. ഈ കുഞ്ഞു മീൻ മാത്രം എന്ത് ചെയ്തു? ഈ കൂട്ടത്തിൽ നിന്ന് ഈ കുഞ്ഞു മീന് മാത്രം, അതായത് the smallest fish in the school wriggled through the, wriggled means what is the meaning? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ട്വിസ്റ്റ് ചെയ്യുക, എന്താണ്? ടേൺ സ്ലോലി, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവുക, മാറിപ്പോവുക, പോവുക. അതാണ്. കുഞ്ഞു ഫിഷ് മാത്രം എന്ത് ചെയ്തു? ആ നെറ്റിൽ നിന്നും രക്ഷപ്പെട്ടു, നെറ്റിൽ വീഴാതെ രക്ഷപ്പെട്ടു. ത്രൂ ദ മെഷ് ആൻഡ് സ്ലിപ്ഡ് ബാക്ക് ഇൻ ടു ദ കോൾഡ് ക്ലിയർ വാട്ടർ. നെറ്റിൽ എന്ത് ചെയ്തു? തിരിച്ച് വീണ്ടും വെള്ളത്തിൽ തന്നെ വീണു. ഹൗ ഗുഡ് ഇറ്റ് ഫെൽറ്റ്. അപ്പൊ എന്താണ്? ഈ ലിറ്റിൽ ഫിഷിന് വളരെ ഹാപ്പി, സന്തോഷമായി അല്ലേ. He swam here and there and everywhere, and some of the fish who knew him well all the rest of his life said that they never again heard him say that he wished to be anything but a little fish. എന്താണ്? ഈ കുഞ്ഞു ഫിഷ് വെള്ളത്തിൽ വീണ് അങ്ങനെ രക്ഷപ്പെട്ടു, മറ്റതെല്ലാം വലയിലായിപ്പോയി, വലിയ ഫിഷല്ല. അപ്പോൾ എന്താണ്? ബാക്കി അവിടെ സീലുണ്ടായിരുന്ന ബാക്കി വെള്ളത്തിലുണ്ടായിരുന്ന ഫിഷ് എല്ലാം എന്താണ് പറയുന്നത്? പിന്നെ ഒരിക്കലും അവർ കേട്ടിട്ടില്ല ഈ കുഞ്ഞു ഫിഷിന് വലുതാവണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ല. ഈ ഫിഷിന്റെ സംരക്ഷണം എന്തായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഹി വാസ് വെരി സാഡ് ബിക്കോസ് ഇറ്റ് വാസ് വെരി ലിറ്റിൽ. വളരെ കുഞ്ഞു ഫിഷ് ആയി പോയിരുന്നത് വിഷമം ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഈ വലിയ ഫിഷിനെ എല്ലാം പിടിച്ചുകൊണ്ട് പോയപ്പോൾ, നെറ്റിൽ പിടിച്ചുകൊണ്ട് പോയപ്പോൾ എന്തായി? പിന്നെ എന്താണ്? പിന്നെ ആ കുഞ്ഞു ഫിഷ് പറഞ്ഞിട്ടേ ഇല്ല വലുതാവണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. അതാ മറ്റു ഫിഷൊക്കെ പറയുന്നത്, ബാക്കി ഉണ്ടായിരുന്ന ഫിഷൊക്കെ പറയുന്നത് എന്താണ്? ഞങ്ങളാരും പിന്നെ ഈ ഫിഷ് വലുതാവണമെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇവിടുത്തെ സ്റ്റോറി. ഓക്കെ, അപ്പം നമുക്ക് സൈസ് അങ്ങനെ സൈസ് ചെറുതായിരുന്നു, നമ്മൾ അങ്ങനെ വിഷമിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ലിസൺ ഹിയർ, മനസ്സിലാവും. This little fish had everything in the seas. Little fish story. There are a great many million fish in the seas, but the story is about just one of them, and a very small one at that. Now, this little fish had everything in the seas to make him contented, but he was not happy. Contented എന്ന മീനിങ് പഠിച്ചു. എന്താണ്? സാറ്റിസ്ഫൈഡ്. അതാണ് കണ്ടന്റഡ്. ഫിഷിന്റെ പ്ലൂറൽ പഠിച്ചു. എന്താണ് ഫിഷിന്റെ പ്ലൂറൽ? ഫിഷസ്. ഫിഷ് എന്ന് പറഞ്ഞാൽ സിംഗുലർ, ഒരു ഫിഷിനെ പറ്റി പറയുന്നത്. ഒന്നിൽ കൂടുതൽ, മോർ ദാൻ വൺ ഉണ്ടെങ്കിൽ പ്ലൂറൽ. അത് നമ്മൾ എങ്ങനെ പറയും? ഫിഷ്, ഫിഷസ്. പെൻസിൽ, പെൻസിൽസ് അല്ലേ, അങ്ങനെ നമുക്ക് അതിനാണ് പ്ലൂറൽ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ. You will laugh when I will tell you why he was not. He was unhappy because he was so very small. Happy യുടെ ഓപ്പോസിറ്റ് ആണ് unhappy.
big in the opposite, small. Okay. Then it is very hard to be such a little mite of a fish, he would say over and over again. If I were only larger, how much happier I could be. And he said it so many times that I think we believed it. One day he was swimming along with the rest of his school and thinking, no doubt, how much more the larger fish had to be thankful than he, when suddenly, with no warning, they found themselves in the meshes of a great net. There was much plundering and splashing as the net was drawn up out of the water into the sunlight, and just as its hold was being emptied into the boat, the smallest fish in the school wriggled through the mesh and slipped back into the cool, clear water. How good it felt! He swam here and there and everywhere, and some of the fish who knew him well all the rest of his life said that they never again heard him say that he wished to be anything but a little fish. Okay, read carefully the lesson. Lesson വായിച്ചാലേ നമുക്ക് സ്പെല്ലിംഗ് എല്ലാം നല്ല കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പം നമുക്കത് എങ്കിലേ നീറ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു പുതിയ വേർഡ് പഠിച്ചു. എന്താണ് സ്കൂൾ ഓഫ് ഫിഷ്? എന്താണ് ഒരു കൂട്ടം മീനിന് എന്ത് പറയും? സ്കൂൾ അല്ലേ? സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പറ്റുന്ന സ്കൂളല്ല, ഇവിടെ ഒരു കൂട്ടം മീനിനെയാണ് പറയുന്നത് സ്കൂൾ എന്ന്. സ്കൂൾ ഓഫ് ഫിഷ്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ ന്യൂ വേർഡ്സ്. Million, M-I-L-L-I-O-N, million. Plundering, F-L-O-U-N-D-E-R-I-N-G, plundering. Meshes, M-E-S-H-E-S, meshes. Haul, H-A-U-L, haul. Contented, C-O-N-T-E-N-T-E-D, contented. Then splashing, S-P-L-A-S-H-I-N-G, splashing. Empty, E-M-P-T-I-E-D, empty. Wriggled, W-R-I-G-G-L-E-D, wriggled. Warning, W-A-R-N-I-N-G, warning. Million, M-I-L-L-I-O-N, million. Plundering, F-L-O-U-N-D-E-R-I-N-G. Meshes, M-E-S-H-E-S, meshes. Haul, H-A-U-L, haul. Contented, C-O-N-T-E-N-T-E-D. Splashing, S-P-L-A-S-H-I-N-G. Emptied, E-M-P-T-I-E-D. Wriggled, W-R-I-G-G-L-E-D. Warning, W-A-R-N-I-N-G. Meanings will be given for the new words. New words meanings എല്ലാം തരും. Words first ഇതിൻ്റെ സ്പെല്ലിംഗ് എല്ലാം പഠിച്ചു വെക്കുക. Okay, write the words in your notebook. Okay, thank you.